എന്താ പേരെന്താ? പേര് നിതിൻ. നിതിൻ. ഇവിടെ നാട്ടില് കണ്ണൂരാണ്. ഇവിടെ എപ്പോഴും വന്ന് നമ്മളിവിടെ അധികം വരുത്തുണ്ട്. അപ്പൊ നാട്ടില് ഫുഡ് കഴിക്കാൻ അധികം വരുത്തും. എങ്ങനെ നമ്മള് മീൽസ്? നല്ല ഫുഡാ. എന്നുവെച്ചാൽ നാട്ടില് സാധനം കിട്ടുന്ന ചോറും കറിയൊക്കെ അടിപൊളിയാണ്. ചമ്മന്തി ഉണ്ട് 2 രീതിയിൽ. ഫിഷ് കഴിക്കാം. ഇവിടെ ഫിഷ് ഭയങ്കര റെയറല്ലേ കിട്ടുന്നത്. ഫിഷ് ഇവിടുത്തെ എങ്ങനെ ഫിഷിന്റെ നല്ല ക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളി ഫിഷാണ്. ഫ്രഷ് ബിരിയാണി അടിപൊളിയാണ്. നാട്ടിലെ തലശ്ശേരി ബിരിയാണി. അപ്പൊ ഞാൻ കണ്ണൂരിനായോണ്ട് തന്നെ നമ്മുടെ നാടൻ സ്റ്റൈൽ ബിരിയാണി തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് മന്തി കഴിച്ചിട്ടുണ്ടോ? മന്തി ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ട്. മന്തി ഒന്നും ഇവിടെ നിന്ന് കിട്ടാനില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്തായാലും നല്ലതായിരുന്നു. അടിപൊളി. വേറെ എന്തെങ്കിലും? സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ചെയ്യാൻ പോകുന്ന വീഡിയോ വൈറ്റ് ഫീൽഡിനടുത്ത് ITPL IT കമ്പനിയുടെ ബാക്ക് തേർഡ് ഗേറ്റിൻ്റെ ഒരു 500 മീറ്റർ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും. ഞങ്ങളുടെ നാട്ടുകാരനായ സ്വന്തം ഇക്കാൻ്റെ റെസ്റ്റോറൻ്റാണത്. തലശ്ശേരിക്കാരൻ, ഞങ്ങളൊക്കെ അബൂക്ക എന്ന് വിളിക്കുന്ന അബു ആക്കാൻ്റെ റെസ്റ്റോറൻ്റാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇന്നത്തെ വിശേഷങ്ങൾ. പിടിവിട്ട സ്വാദും തീപ്പാറും വിഭവങ്ങളുമായി ഞങ്ങളിത് അബൂസിലെത്തിയിരിക്കുകയാണ്. താഴത്തെ non-AC സിറ്റിംഗ് ആണ് കാണുന്നത്. ഇത്രയും സിറ്റിംഗ് ഇവിടെ താഴത്തുണ്ട്. ഇത്രയും പേർക്ക് ഇരിക്കാം. പിന്നെ AC ഹാൾ സിറ്റിംഗ് വരുന്നത് മേലെയാണ്. മേലെ ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റിയ AC ഹാള് സൗകര്യമുണ്ട്, ഇവിടെ ലഭ്യമാണ്. ഫാമിലീസൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രൈവസിയായി ഇരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ നമ്മുടെ അബുവക്ക ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ട് അപ്പുറത്തെ ഹാളിൽ പാർട്ടി ഹാളായി സെറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടി ഹാളിൽ ഏകദേശം 150 പേർക്ക് ഇരിക്കാനും പാർട്ടി നടത്താനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ഷെഫുമാരുടെയൊക്കെ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെൽവരാജ് കുക്ക്. செல்வராஜ் மாஸ்டர், எப்படி இருக்கீங்க? இது என்னென்ன பண்ணிட்டு இருக்கீங்க சார்? இது குண்டூர் சிக்கனா? இந்த ஸ்பைசி குண்டூர் சிக்கன் ரெடி ஆகிട്ടുണ്ട്. ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് എന്നത്? ചെട്ടിനാട് ബിരിയാണി. ചെട്ടിനാട് തമിഴ്നാട് സ്റ്റൈലാ? ചെട്ടിനാട് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയും റെഡി ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മാസ്റ്ററുടെ ഹൈദരാബാദ് ബിരിയാണി റെഡിയാവാൻ പോവുകയാണ്. ദമ്മിടാൻ വേണ്ടി പോവുകയാണ്. റൈസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദ് ബിരിയാണി കൂടി ആയി കഴിഞ്ഞു. അതിൻ്റെ ദമ്മിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലെത്തിയിരിക്കുകയാണ്. അത് വറുത്ത ഉള്ളിയും കൊത്തമരിച്ചപ്പും അത് ഗീയും ഒക്കെ ഒഴിച്ചിട്ടാണ് ദമ്മിടുന്നത്. അത് അത് കളറല്ല, ഫുഡ് കളറല്ല, അത് പ്യൂർ ടെർമറിക്കാണ്, മഞ്ഞപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു കളറിൻ്റെ പരിപാടിയോ ഇതാണ് ഇവിടെ അബൂസ് റെസ്റ്റോറൻറ്റിൻ്റെ ഈറ്റ് ആൻഡ് മീറ്റിൻ്റെ നമ്മുടെ അബൂക്കാൻ്റെ വലം കൈയായ മണിയാശാൻ എന്താണ് സുഖല്ലേ? വിശേഷങ്ങളൊക്കെ എന്തൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്? എന്താ തയ്യാറാവുന്നത്? ദം ബിരിയാണി ഉണ്ട്, പിന്നെ സാമ്പാർ, മലബാർ ദം ബിരിയാണി. തലശ്ശേരി ബിരിയാണിയാണോ? തലശ്ശേരി ദം സ്പെഷ്യൽ. തലശ്ശേരി ചിക്കനും മട്ടൻ ഉണ്ടോ? ചിക്കൻ മാത്രമാണോ? മട്ടൻ ഉണ്ട്, ചിക്കൻ ഉണ്ട്. ഇന്നലെ മണിയാശാൻ ഇവിടെ ഇക്കാൻ്റെ കൂടെ കൂടിയിട്ട് ഏകദേശം എത്ര കാലമായിട്ടുണ്ടോ? 10-13 വർഷമായിട്ടുണ്ടോ? 10-13 വർഷമായിട്ട് കൂടെ തന്നെ ഉണ്ട്. വലം കൈയേറ്റപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലേ? എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ നിങ്ങൾ ഉണ്ടാക്കുന്നത്? ബിരിയാണി, കൂന്തള്, അയില മുളക് ഇട്ടത്, കപ്പ മീൻകറി, കൂന്തള്, കപ്പ മീൻകറി ഒക്കെ ഉണ്ട് അല്ലേ? എൻ്റെ ഇവിടെ മട്ടൺ ഐറ്റംസിൽ മട്ടൺ ബിരിയാണി, മട്ടൺ റോസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിക്കോഴി, ഡക്ക് റോസ്റ്റ്,
ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പച്ച മസാലയിൽ മാത്രമാണ്, കളറോ അല്ലെങ്കിൽ പിന്നെ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റുകളോ ഒന്നും യൂസ് ചെയ്യാതെ എല്ലാം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ പേസ്റ്റ് ചെയ്ത് പക്ക സാധനങ്ങൾ മാത്രമേ അവർ യൂസ് ചെയ്യുന്നു മണി പറയുന്നത്. മസാലകളൊക്കെ പച്ച മസാല, അരച്ച മസാല മാത്രം ഇങ്ങനെ ചേർത്ത് ലേക്കിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ബിരിയാണി. എന്തായാലും വെറുതെ പറയല്ല, മണിയുടെ ബിരിയാണി കഴിച്ചവർക്കറിയാം. ഇവിടെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ വന്ന് കഴിച്ചിട്ട് ബിരിയാണിക്ക് മോശം പറയാൻ കഴിയില്ല, അത്രയ്ക്കും നല്ല ബിരിയാണിയാണ് ഇവിടെ മണിയാശാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിന് മാത്രം തന്നെ പറഞ്ഞാൽ തീരില്ല. ഇപ്പോൾ മണിയാശാൻ്റെ ബിരിയാണി ഏകദേശം ആയിട്ടുണ്ട്. ഇനി ദമ്മിടൽ ചടങ്ങിലേക്ക് നമ്മൾ കർത്തവ്യം നടത്താൻ പോവുകയാണ്. റൈസ് റെഡി ആയിട്ടുണ്ട്. ഓ, ആ സ്മെല്ലെന്നെ അടിച്ചാൽ മതി ബിരിയാണിയുടെ. എങ്ങനെ മണിയാശാൻ നിങ്ങൾ കൂടുതൽ അടിച്ചു വെക്കുന്നില്ല അല്ലേ? മണിയാശാൻ പറയുന്നത് ക്വാണ്ടിറ്റി കൂടുതൽ അടിച്ചു വെക്കത്തില്ല എന്ന്. ഓരോ ക്വാണ്ടിറ്റി കുറച്ച് അടിച്ചിട്ട് ഘട്ടം ഘട്ടമായിട്ട് അടിക്കുന്നത്. ബിരിയാണി ഒരേ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ദമ്മ് 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ തീർക്കണം എന്നാണ് പറയുന്നത്. അപ്പം തവണയായിട്ടാണ് ദമ്മിടുന്നത് അല്ലേ? അതിൻ്റെ മേലെ ശുദ്ധമായ പശു നെയ്യ് ഒഴിക്കുന്നുണ്ട്. എന്താ പേരുതാ? പേര് ഹാൻസ്. ഹാൻസ്. നാട്ടിൽ ഞാൻ ചെങ്ങന്നൂർ. ഇവിടെ എപ്പോഴും വന്ന് കഴിക്കാറുണ്ട്? ഇവിടെ കോളേജ് തുടങ്ങിയ മുതലേ ഇവിടെ വന്ന് കഴിക്കാം. ഓക്കെ, താങ്ക് യു. എങ്ങനെ നമ്മുടെ ഫുഡൊക്കെ നന്നായിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞ എല്ലാ പ്രാവശ്യം നമ്മൾ ഇവിടെ വരുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ വീക്കെൻഡ്സിലും ഒരു സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ കോളേജൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇവിടെ വന്ന് കഴിക്കാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഇവിടുത്തെ ലഞ്ചൊക്കെ നമ്മൾ ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. നല്ല ലഞ്ചാണ്, സർവീസും നല്ലതായിട്ടുണ്ട്. എല്ലാം ഇഷ്ടപ്പെട്ട ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ മീൽസ്. നമ്മൾ റെഗുലറായിട്ട് മീൽസും പിന്നെ മലബാറി ബിരിയാണി അങ്ങനെയൊക്കെ സാധനം നമ്മൾ കഴിച്ചാൽ. താങ്ക് യു. അപ്പോൾ ഇവിടെ മന്തിക്കുള്ള പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. ലക്ഷ്മൺ ഭായി ആണ് മന്തി ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മുടെ അറേബ്യൻ ഷെഫ് ലക്ഷ്മൺ ഭായിയെ പരിചയപ്പെടുത്താൻ എനിക്ക് വേണ്ടിയിട്ട്. लक्ष्मण भाई बोलो बोलो कैसे क्या हाल है? बढ़िया। क्या क्या अभी क्या बना रहा है? मंदी बना रहा है ना अभी सर? मंदी बन रहा है। अच्छा, लक्ष्मण भाई अरेबियन ഷെഫാണ്. അപ്പോൾ ഈറ്റം മീറ്റിലെ അറേബ്യൻ ഷെഫാണ് ലക്ഷ്മൺ ഭായി. അപ്പോൾ ലക്ഷ്മൺ ഭായിൻ്റെ വിശേഷങ്ങളും മന്തിയുടെ വിശേഷങ്ങളൊക്കെ കാണാം. सब वैरायटी मिलेगा सर। ഞാൻ പറയുന്നത് കേട്ടില്ലേ? ലക്ഷ്മൺ ഭായി പറഞ്ഞത് ചിക്കൻ മന്തി, ചിക്കൻ സവായ് മന്തി, പെരി പെരി മന്തി, അൽഫാം മന്തി, മട്ടൻ മന്തി, ഇറാനി മന്തി ഒക്കെ അവൈലബിൾ ആണ്. हमारा तंदूरी मंदी भी मिलेगा? तंदूरी मंदी मिलेगा सर। अच्छा, അപ്പം മിസ് ചെയ്യണ്ട. ഞങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസമെങ്കിലും വന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഇവിടുത്തെ മന്തി സ്പെഷ്യൽ മന്തിയാണ്. എന്തായാലും ഒന്ന് വന്ന് ട്രൈ ചെയ്യണം. दम मारेंगे 3 घंटा, इसके अंदर जाएगा मंदी। ഇപ്പോൾ കുഴിയിൽ ഇറക്കിയിട്ട് 3 മണിക്കൂർ ആ ചാർക്കോൾ വേവിൽ ദമ്മാവണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏകദേശം റെഡി ആയിക്കൊണ്ടുണ്ട്. अभी हम राइस फिल्टर ക്കുള്ള റൈസ് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റൈസ് ഇനി ഇതാ മന്തി കുണ്ടിലേക്ക് ഇറക്കുന്ന ചടങ്ങാണ്.
അങ്ങനെ റൈസ് ऊपर ऊपर ബസ് ബസ് കുണ്ടിലേക്ക് ഇറക്കി വെച്ചു. കോഴി അതിൽ തന്നെ वही मंदी ബോയിൽ ചെയ്യണം. ഉസ്മൈ ബോയിൽ ചിക്കൻ इसमें പീസ് बॉल आएगा. ഇതിൽ തന്നെ ആ ചാർക്കോളിൻ്റെ ഇതിൽ തന്നെ അത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ये हो गया हमारा कोई मंदी. മച്ചാ ഇട്ട് കഴിഞ്ഞു, ചിക്കനൊക്കെ ഇട്ട് മൂടിയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 3 മണിക്കൂറോളം അതിൽ തന്നെ ആ ദമ്മിൽ കിടന്ന് വെന്തിട്ട് ആ ദം എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദം എടുക്കുമ്പോൾ നോക്കാം. अभी ये मंदी रेडी है हमारा. മന്തി റെഡി ആയിട്ടുണ്ട്. മന്തിയുടെ ഇറക്കാൻ പോവാണ് മന്തി. നമ്മൾ കുണ്ടിൽ നിന്നും മന്തി ഇറക്കി വെക്കേണ്ട ചടങ്ങാണ് അടുത്തത്. അങ്ങനെ കുണ്ടിൽ ये हमारा मंदी रेडी हो चुका है. യെസ് റെഡി. റെഗുലർ കസ്റ്റമർ ആണോ എങ്ങനെ കഴിക്കാൻ റെഗുലർ ആയിട്ട് വരുന്നതാണ്? റെഗുലർ ആയിട്ട് വരുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ? ഫുഡ് ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. അടിപൊളിയാണ്. ഇറ്റ്സ് ഗുഡ്. എങ്ങനെ ഇഷ്ടപ്പെട്ട ഫുഡ് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ നിങ്ങൾക്ക് ഇവിടുത്തെ? അപ്പോൾ മന്തി അടിപൊളിയാണ് ഇവിടെ ഞങ്ങൾ കഴിച്ചതിൽ വെച്ചിട്ട്. വേറെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ്. ഈ ഏരിയയിൽ വെച്ചിട്ട് ബെസ്റ്റ് ഓപ്ഷനാണ്. ബിരിയാണി അങ്ങനെ ബിരിയാണി ഫ്രൈഡ് ബിരിയാണി ഒക്കെ നല്ലതാണ്, അടിപൊളിയാണ്. മീൽസ് ഒക്കെ സൂപ്പർ. എല്ലാം കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ എല്ലാം നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഫുഡാണ്. നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെ. സർവീസും കാര്യങ്ങളൊക്കെ സർവീസ് വൈസും സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ മീൽസിന് വേണ്ടിയിട്ടുള്ള പാലട പായസം ഇവിടെ തയ്യാറാവുന്നുണ്ട്. അതുപോലെ മീൽസിനുള്ള പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. കപ്പ പുട്ട്, കപ്പ കൂട്ടുകറി റെഡിയാണ്. അതുപോലെ സാമ്പാർ റെഡിയാണ്. सर ये हमारा बन रहा है अब स्पेशल है तलसरी फ्राई बिरयानी के लिए. तलसरी फ्राई बिरयानी के लिए फ्राई भी देता है. इसमें हम पहले डालेंगे जिंजर गार्लिक है अच्छा थोड़ा सा है. इसमें फिर जाके डालेंगे स्मॉल ऑनियन है अच्छा थोड़ा सा. സ്പെഷ്യൽ മസാലയാണ് പറയുന്നത് തലശ്ശേരി ബിരിയാണീൻ്റെ. ये तलसरी स्टाइल है सर. ഇവിടെ തലശ്ശേരി സ്റ്റൈലിൽ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ മസാല ഉണ്ടാക്കുന്ന इसमें हम ഇതാണ് കാണിച്ചത്. फिर इसमें हम ओरिजिनल चिल्ली ग्राइंडर करके डालते हैं सर. अच्छा. पाउडर यूज नहीं करते हैं. अच्छा, चिली पेस्ट करके डालते हैं. ओनली चिल्ली पेस्ट अच्छा ग्राइंडर करके इसमें डालेंगे सर. इसमें हम डालेंगे फिर ये हमारा सीक्रेट मसाला. सीक्रेट मसाला, हाँ अच्छा. सीक्रेट मसाला वो किसी को भी नहीं बताता. ये हम किसी को बताते नहीं है. अच्छा. स्पेशल बनता है फ्राई के लिए. इसमें और कुछ भी कॉर्नफ्लोर मैदा कुछ भी यूज नहीं है सर. और नेचुरल मसाला है. नेचुरल मसाला. इसको कुछ अच्छा से mix കോൺഫ്ലോർ करेंगे. മൈദ കുछ भी नहीं യൂസ്. മൈദയാണോ കോൺഫ്ലോർ ആയിക്കോട്ടെ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ഇല്ല. എല്ലാം അരച്ചുണ്ടാക്കിയ സാധനങ്ങൾ mix മാത്രം. करके സ്പെഷ്യൽ മിക്സ് മസാല. ये अबू से स्पेशल അബു സ്പെഷ്യൽ തലശ്ശേരി ഫ്രൈ. अच्छा मिक्स करने के बाद सर इसको 2 घंटा मसाला में रखना. എന്നിട്ട് 2 മണിക്കൂർ മസാല വെക്കണം എന്നാണ് പറയുന്നത്. रेडी हो गया सर. ओके. ये 2 घंटा मसाला में रहेगा. 2 മണിക്കൂർ മസാല വെക്കണം എന്നാണ് പറയുന്നത്. എന്നാലേ അത് പിടിക്കുള്ളൂ. ये മസാല हमारा പിടിക്കണേ. स्पेशल कबाब है. തലശ്ശേരി സ്പെഷ്യൽ കബാബ് മസാല റെഡി. അപ്പോൾ ഞങ്ങളുടെ അബൂസിൻ്റെ ഓണർ അബൂക്ക് എത്തിയിട്ടുണ്ട്. മൂപ്പരിൽ കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് രാവിലെ പിന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ മൂപ്പർ വന്ന് ആദ്യം ഒന്ന് എല്ലാത്തിൻ്റെയും കറികളായിക്കോട്ടെ, സാമ്പാറായിക്കോട്ടെ, പൊരിയലായിക്കോട്ടെ, അവിയലായിക്കോട്ടെ ഒക്കത്തിന് ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാ സാധനവും ടേസ്റ്റ് ചെയ്ത് നോക്കും ആദ്യം. എന്നിട്ട് ആ ടേസ്റ്റ് വല്ല മാറ്റം ഉണ്ടെങ്കിൽ അത് കസ്റ്റമർ കൊടുക്കാൻ മൂപ്പർ സമ്മതിക്കില്ല. അത് നേരെ ആക്കിയിട്ട് കൊടുത്താൽ മതി എന്നുള്ള ഒറ്റ വാശിക്കാരനാണ് മൂപ്പർ. അപ്പോൾ എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, മട്ടൻ ആയിക്കോട്ടെ, ബിരിയാണി ആയിക്കോട്ടെ ഒക്കത്തിനും മൂപ്പർ ആദ്യം സ്വാദ് ചെയ്തിട്ട് മാത്രമേ കസ്റ്റമർക്ക് കൊടുക്കാൻ സമ്മതിക്കുള്ളൂ. ക്വാളിറ്റി കസ്റ്റമർക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ 100% ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കൊടുക്കാൻ സമ്മതിക്കുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടി കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല. ആ ക്വാളിറ്റി നന്നാക്കി കൊടുക്കണമെന്നാണ് മൂപ്പരൊരു പോളിസി.
പിന്നെ ബിരിയാണീൻ്റെ കാര്യത്തിൽ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ബിരിയാണി ഞങ്ങൾ എവിടെ പോയി ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് എവിടെ പോയി ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പോരായ്മ അനുഭവപ്പെടുന്നത് വെച്ചാൽ ആ തലശ്ശേരി ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ആ തലശ്ശേരി മംഗല ബിരിയാണി നമ്മുടെ കല്യാണ ബിരിയാണി ഉണ്ടല്ലോ അതിൻ്റെ സ്വാദ് കിട്ടുന്നില്ല എന്ന് എല്ലാവർക്കും ഒരു പരിഭവം ഉണ്ടാവും അല്ലേ, എല്ലാ കൂട്ടർക്കും ഇല്ലേ. അപ്പോൾ ആ പരിഭവം ഇവിടെ വന്ന് ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ തീരുമെന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടി തരികയാണ്. നല്ല നാടൻ തലശ്ശേരി കല്യാണ ബിരിയാണീൻ്റെ അതേ സെയിം ടേസ്റ്റിൽ ഒട്ടും കുറയാതെ തന്നെ ഇവിടുന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് എന്തായാലും ട്രൈ ചെയ്യുക. ഇവിടെ പിന്നെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഫിഷ് ഐറ്റംസിൽ വെറൈറ്റീസാണ്. ഫിഷിൽ എല്ലാ വെറൈറ്റീസും കറികളായിക്കോട്ടെ, മുളകിട്ടതായിക്കോട്ടെ, ഫ്രൈ ആയിക്കോട്ടെ, തന്തൂരി ഫിഷ്, അൽഫാം ഫിഷിൽ എല്ലാ വെറൈറ്റികളും ഫ്രഷ് മീൻ അന്നത്തെ മീൻ മാത്രമേ മൂപ്പര് കൊടുക്കുകയുള്ളൂ, ചെക്ക് ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് വന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് അബൂസ് റെസ്റ്റോറൻറ്റ്. പിന്നെ അബൂഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഞങ്ങൾ തൊഴിലാളികൾ പണിക്കാർ മുതലാളിമാരെ അങ്ങോട്ട് പോയി കാണാനാണ് പതിവ്. ഇത് അബൂഖാൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അബൂക്ക ഓരോ കൗണ്ടറിലും രാവിലെ പോയിട്ട് പണിക്കാരോട് അങ്ങോട്ട് പോയി തലോടി എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇതാണ് അബൂക്ക പറഞ്ഞ വാപ്പാൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടു പോകുന്ന അബൂസിൻ്റെ താഴത്ത് തന്നെയുള്ള കഫയാണ്. അവിടെ ചെറിയ പൈസക്ക് ദോശ വെറൈറ്റീസ് ഒരുപാട് കിട്ടും. ദോശ, ഓണിയൻ ദോശ, ചിക്കൻ ദോശ, എഗ് ദോശ, അങ്ങനെ ദോശയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അപ്പം, മുട്ടക്കറി, കടലക്കറി, ചിക്കൻ സ്റ്റൂ, അങ്ങനത്തെ നാടൻ വിഭവങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അവൈലബിൾ ആണ്. രാവിലെ 6 മണിയാകുമ്പോൾ, കാലത്ത് 6 മണിയാകുമ്പോൾ തുറക്കും. 6:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ടാണ്. அபூஸ் ஃபுட்டு ரெகுலர் கஸ்டமர் தான் நீங்களா? ரெகுலர் இங்கே பக்கத்தில் பிட்ல ஸ்டே பண்ணியிருக்கோம். அப்படிங்களா? இது வந்து வீக்கெண்ட் வரது மோஸ்ட்லி வந்து இங்கே சாப்பிட்றோம்னா ஹைதராபாத் பிரியாணி நல்லா இருக்கும், மணப்பாறை பிரியாணி நல்லா இருக்கும். மீல்ஸ் மோஸ்ட்லி மீல்ஸ் தான் வாங்குவாங்க. பிடிச்சது ரொம்ப பிடிச்சது எது ஃபுட்டு உங்களுக்கு? இப்போ ட்ரை பண்ணோம் ஹைதராபாத் பிரியாணி நல்லா இருக்கும். ஹைதராபாத் பிரியாணி நல்லா இருக்கும். மீல்ஸ் வந்து எப்பவுமே ஒரே மாதிரி இருக்கும், கேரளா ஸ்டைலில் எல்லாமே நல்லா இருக்கும், சூப்பராக இருக்குல்ல? सर ये हमारा हाफ डन हो चुका है. अच्छा है जी. क्या आइटम क्या है उसका नाम? तंदूरी चिकन ये हाफ डन हो गया है, मैं निकाल रहे हैं, फिर 2 मिनट के बाद इसको अंदर में डालेंगे अभी. अच्छा. और ये हमारा है ओके. चिकन अंगारा कबाब. चिकन मुंबई. नाम? डैनियल पिंटो. दानियल पिंटू भाई. दानियल पिंटू भाई है रेगुलर कस्टमर है ना इधर? बहुत रेगुलर कस्टमर है. मैं मुंबई से इधर शॉर्ट स्टेशन के लिए आता हूँ. अच्छा, कैसा है फूड के बारे में कुछ बोलने का फीडबैक? मैं खाना इधर ही खाता हूँ पूरे एरिया में. अच्छा. ओके, इधर का सर्विस अच्छा है, आपका स्टाफ बहुत अच्छा है. अच्छा. वो बहुत होमली इन्वायरमेंट है. फिश डिशेस बहुत अच्छा है, ऑसम, फ्रेश रहता है. कभी भी फ्रेश रहेगा. फ्रेश रहेगा. चिकन का डिश बहुत अच्छा है, लिवर डिश अच्छा है, और चिकन का आपका बिरयानी, कोरी मंदी, अल्फाम, ये बहुत अच्छा है. सब ठीक है. थैंक यू सो मच. थैंक यू. गुड नेम प्लीज? I'm Srikanth. ஸ்ரீகாந்த். இங்கே டெய்லி இங்கே வந்து சாப்பிட்றீங்களா எப்படி? ரெகுலராக வரேன். ஐ திங்க் ஒரு பாஸ்ட் 1 year 2 years ரெகுலராக வந்துருக்கோம். இங்கே தான் சாப்பிட்றோம். இங்கே தான் கண்டிப்பாக வரும். எப்படி ஃபுட்டெல்லாம் உங்களுக்கு பிடிச்சிருக்கா? இருக்கிறதுனால தான் 2 வருஷமாக வந்தேன் இங்கே கண்டினியூஸாக. இட்ஸ் குட். ஸோ டேஸ்ட் வைஸ் இஸ் குட் அண்ட் ஆல்சோ வெரைட்டி வைஸ் கேரளா இருக்குது, ஹைதராபாதி இருக்குது, சைனீஸ் இருக்குது. ஸோ இட்ஸ் ஆல்சோ குட். இட்ஸ் நாட் கெட் போர்ட் ஆஃப் சிங்கிள் ஃபுட். ஸோ யூ கேன் சூஸ். ഓവർ ഐ എം സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി വിത്ത് ദ കസ്റ്റമർ സർവീസ് ടു. വെറും മലബാർ ഐറ്റം മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യൻ, ചൈനീസ്, തന്തൂർ ഐറ്റംസ് ഒക്കെ ലഭ്യമാണ്. മൾട്ടി കുഷൻ റെസ്റ്റോറൻ്റാണ്. എല്ലാ ഐറ്റംസും, ചൈനീസിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടും. എല്ലാ ഐറ്റംസും നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഉള്ളത് അതിൻ്റെ കൂടെ തന്നെ അറേബ്യൻ ഡിഷസിൽ എല്ലാ വെറൈറ്റീസും ഉണ്ട്. അൽഫാം, ഷവായ്, മന്തി ഐറ്റംസ്, പിന്നെ ജ്യൂസ് ഐറ്റംസിൽ എല്ലാ വെറൈറ്റി ജ്യൂസ് ഐറ്റം ഓർ മിൽക്ക് ഷേക്ക് എല്ലാം കിട്ടുന്നൊരു സ്ഥലമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഇന്ത്യൻ, ചൈനീസ്, തന്തൂറിൽ എല്ലാ വെറൈറ്റി ഐറ്റംസും ഉണ്ട്. നോർത്ത് ഇന്ത്യൻ ഐറ്റംസിൽ എല്ലാ വെറൈറ്റി ഐറ്റംസും ഉണ്ട്. ചൈനീസിലും എല്ലാം കിട്ടുന്നതാണ്. നല്ല അടിപൊളി ഡിഷാണ് കൊടുക്കുന്നത്. എന്തായാലും ഒരു പ്രാവശ്യം വന്ന് എല്ലാവരും ഒന്ന്
ട്രൈ ചെയ്യുക. തന്തൂരിയിൽ വന്നിട്ട് കൽമി കബാബ്, രേഷ്മി കബാബ്, ഹരിയാലി കബാബ്, മലായ് കബാബ്, ചിക്കൻ ടിക്ക, അതൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടുത്തത്. പിന്നെ അഫ്ഗാനി കബാബ്, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അതൊക്കെ നല്ല സെറ്റ് സാധനമാണ്. അതുപോലെ ബ്രെഡ് ഐറ്റംസിൽ റോട്ടി ഐറ്റം, തന്തൂരി റോട്ടി, ബട്ടർ റോട്ടി, തന്തൂരി പൊറോട്ട, കുൽച്ച, ബട്ടർ കുൽച്ച, നാൻ, ബട്ടർ നാൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഗാർലിക് നാൻ, റൊട്ടി തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നോർത്ത് ഇന്ത്യൻ ഐറ്റം വന്നിട്ട് ബട്ടർ ചിക്കൻ മസാല അടിപൊളിയാണ്. ബട്ടർ ചിക്കൻ സൂപ്പറാണ് ഇവിടുത്തത്. ചിക്കൻ പെപ്പർ ചിക്കൻ ഹൈദരാബാദി, പാലക് ചിക്കൻ, പഞ്ചാബി ചിക്കൻ, അഫ്ഗാനി ചിക്കൻ ടിക്ക മസാല, ഒരുപാട് വെറൈറ്റീസ് നോർത്ത് ഇന്ത്യനിൽ ഇതിൽ കറികളിലും ഉണ്ട്. വെജ് ഐറ്റംസിൽ ദാൽ മക്കാനി, ദാൽ ഫ്രൈ, വെജ് കടായി, വെജ് കോലാപുരി, മിക്സ് വെജ് കറി, വെജ് ഹൈദരാബാദി, വെജ് മക്കാനി, അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ്. ഗ്രീൻ പീസ് മസാല, ക്യാപ്സിക്കം മസാല, ടൊമാറ്റോ ഫ്രൈ, ബിന്ദി മസാല, ആലു ഗോബി മട്ടർ. പിന്നെ പൊറോട്ട ഐറ്റംസിൽ ഞങ്ങളെ കേരള പൊറോട്ട, തനി കേരള പൊറോട്ടയാണ്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നൂൽ പൊറോട്ട. നമ്മുടെ നൂൽ പൊറോട്ട അടിപൊളിയാണ് ഇവിടുത്തെ നൂൽ പൊറോട്ട ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ ചപ്പാത്തി. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ കടികൾ, ചായക്കടികൾ, എല്ലാവിധ കടികളും, നാടൻ കടികൾ, തലശ്ശേരി സൽക്കാര കടികൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. അതും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊന്നുമല്ല, ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന, അബൂസ് തന്നെ ഉണ്ടാക്കിയിട്ടാണ് അവിടെ കൊടുക്കുന്നത്, കഫേകളിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാം ആ ചില്ലും കൂട്ടിൽ വെച്ചത് ഒക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ്. പിന്നെ പാർട്ടി ഓർഡർ, സ്നാക്സിൻ്റെ ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്നതാണ്. സൽക്കാര കടികൾ വേണ്ടുന്നവർക്ക് വിളിക്കാം, അബൂസിൽ വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ്. നാടൻ കടികൾ അവൈലബിൾ ആണ്. ഞാനിവിടുത്തെ മീൻ വെറൈറ്റികളാണിത്. ഇതൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷായിട്ട് മസാല ഇട്ട് ഡിസ്പ്ലേ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യലിൽ അയില ഉണ്ട്, കിളിമീൻ, മാന്തൽ, കിങ് ഫിഷ് പെരി, ചെമ്മീൻ, അതുപോലെ അബൂസ് കഫേയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. ജ്യൂസിൽ എല്ലാ വെറൈറ്റി ജ്യൂസ്, ഫ്രഷ് ജ്യൂസ്, മിൽക്ക് ഷേക്സ്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ കണ്ണൂർ കോക്ടെയിൽ നല്ല അടിപൊളി കണ്ണൂർ കോക്ടെയിൽ കിട്ടുന്നതാണ്. പിന്നെ സർബത്തുകൾ, മിൽക്ക് ഷേക്കിൽ എല്ലാ വെറൈറ്റികളും, സ്നാക്സ്, പിന്നെ പ്രത്യേകിച്ച് ഷവർമ പ്ലേറ്റ്, ഷവർമ റോള്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ലഭ്യമാണ്. ഇതാണ് സുഹൃത്തുക്കളെ ഈവനിങ് വൈബ്. അബൂസ് കഫേൻ്റെ ഈവനിങ് വൈബാണ് ഈ കാണുന്നത്.
ഒരുപാട് സ്റ്റുഡൻസും പിള്ളേരും ഒക്കെ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ച് സന്തോഷം പങ്കിട്ട് നല്ല കടികളൊക്കെ കഴിച്ച് കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ട് പോകത്തുള്ളൂ. എപ്പോഴും ഈവനിങ് എപ്പോഴും ഇതേ കാഴ്ചയാണ് കാണാൻ പറ്റുക അവിടെ.